അവളുടെ ജാതകത്തിൽ ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് കഷ്ടപ്പെടുത്തുക. ആ MLA ഭാര്യ പ്രഭാവതി. അപ്പൊ അത്ര സുഖജീവിതം അല്ല അവളുടേത്. അല്ല കാർത്തികേയ, ജാതകദോഷം എന്നൊക്കെ പറഞ്ഞ് അവളെ നാളെ ചിന്നാർമുടിയിലേക്ക് അയക്കും. പാവം നന്ദമോന് നല്ല വിഷമമുണ്ട്. ഈ നന്ദനും ഇഷ്ടമല്ലേ ദേവിയെ? നന്ദമോന് ദേവികമ്മളെന്ന് വെച്ചാൽ ജീവനാ. ഭാര്യയോട് ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ അങ്ങനെയാ? അതെ കാർത്തിക. അല്ല, ഞാനിപ്പോ വന്നത് വീടിന്റെ കാര്യം പറയാനാ. എന്തെങ്കിലും കാരണവശാൽ മോളും നന്ദനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാ അവർക്ക് താമസിക്കാനൊരു വീട് വേണ്ടേ? അതിന് വഴിയുണ്ടാക്കാം. അല്ല, ഈ ചിന്നാർമുടിയിൽ ഒറ്റയ്ക്ക് പോകാൻ ദേവിയെ നന്ദൻ മോൻ അനുവദിച്ചോ? അനുവദിക്കാതെ വേറെ നിവൃത്തിയില്ല. അവിടുത്തെ ജോലിക്കാരി ഭാർഗവി കൂടെ പോകുന്നുണ്ട്. എന്തായാലും കഷ്ടമാണ് ദേവിയുടെ കാര്യം. അല്ല, അപ്പോ ഞാൻ പറഞ്ഞ വീടിന്റെ കാര്യം അത് ഞാൻ ആലോചിക്കട്ടെ. അതോട്ടെ പോക്കോ. ഓ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാ ഞാൻ ചെയ്യാം. അത് മതി, അത് മതി. ഈശ്വരൻ അനുഗ്രഹിക്കും. ഞാൻ ഇതിനുള്ളിലായി പോയല്ലോ. അല്ലെങ്കിൽ അവളെ സുഭാഷേ, നിനക്ക് പരോളിന് ഓർഡർ കിട്ടി. വൈകിട്ട് പേപ്പർ കിട്ടും. നാളെ പോവാ. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു എന്നൊരു ശ്രുതി ഉണ്ടല്ലോ. അതൊക്കെ അങ്ങനെയാ സാറേ. സാറിന് ട്രാൻസ്ഫർ എല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ശരിയായി തരാം. ഞാൻ പറയാം. എന്താണ് ഒരു ആലോചന?